ഇതാണ് ഷാർജ റോള. നിങ്ങൾ മുമ്പ് ഷാർജയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിപ്പോൾ കുറേ കാലം ഷാർജയിൽ, ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഷാർജയിൽ. പക്ഷേ ഇത്രയും മനോഹരമായൊരു സ്ഥലം എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റൂമിൻ്റെ അടുത്ത് ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയായിരുന്നു ഇന്ന്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫീസും ലീവാണ്. അപ്പോൾ ഒന്ന് പുറത്തൊന്നിറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. മിക്ക ദിവസങ്ങളിലും തിങ്കൾ ടു വെള്ളി ഓഫീസായതുകൊണ്ട് രാത്രിയാണ് റൂമിൽ തിരിച്ചെത്തുന്നത്. ഇന്ന് ഒന്ന് പുറത്തേക്കൊന്ന് വെയിൽ കൊള്ളാം, എനിക്ക് വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്ന് നടക്കാനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഈ മനോഹരമായൊരു സ്ഥലം കണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ കുറേ ബോട്ടുകൾ കണ്ടു. അപ്പോൾ ഇത്രയും ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു പുഴ പോലുള്ളൊരു സംഭവമാണ് ഞാനിവിടെ കണ്ടത്. പക്ഷേ ഇത് പുഴയല്ല, ഇത് കടലിൻ്റെ തന്നെ ഒരു കണക്ഷനാണ്. ഇവിടെ UAE ഭാഗത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ നാട്ടിലെ പോലെ തിരമാലകൾ ഇവിടെ ഉണ്ടാവില്ല. ഇത് കടലും ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെയുള്ള തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ ഈ ബോട്ടൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രൈവറ്റ് പാർട്ടീൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്കതിൽ പോകാൻ പറ്റില്ല, അത് പ്രൈവറ്റ് ബോട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ മിക്ക ജോലിക്കാർ ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ പോലത്തുള്ള ജോലിക്കാരെയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയ ബോട്ട് മുതൽ വലിയ ബോട്ട് വരെയുള്ള സർവീസുകൾ കാണുന്നുണ്ട്. അതിനോട് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു ഹെറിറ്റേജ് പോലത്തെ ഒരു ബിൽഡിങ്സും കണ്ടു. നമ്മുടെ നാട്ടിൽ കാണുന്ന മദ്രസ എന്നുള്ള ബോർഡൊക്കെ കണ്ട ഒരു ഇവിടെയാണ് ഞാൻ അപൂർവങ്ങളിലായിട്ടാണ് മദ്രസേൻ്റെ ബോർഡ് കണ്ടത് ഇവിടെ ഷാർജയിൽ. അപ്പോൾ അവിടുന്ന് ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഹെറിറ്റേജ് ആയിട്ടൊരു ബിൽഡിംഗ് കാണാം. അവിടെ കുറേ അറബികളെയൊക്കെ കാണുന്നത് ഞാൻ ഇങ്ങനെ കൂട്ടത്തോടെ കണ്ടത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാനും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് അറബികൾ. അപ്പോൾ ഇത് എനിക്ക് മനോഹരമായി ഇഷ്ടപ്പെട്ടൊരു ബോട്ടാണ്. ഒരു ചുവപ്പ് കളറുള്ള ഫുള്ള് മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി വന്ന ബോട്ടാവാനാണ് ചാൻസ്. അപ്പോൾ ഇതിലും കുറേ ബോട്ടുകൾ ഒരു വലിയൊരു ബോട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുള്ളൊരു രൂപമാണ്. ഇതൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത്രയും വലിയൊരു ബോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വെച്ച ടീംസ് അതും ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ അപൂർവം ഒരു കാക്കേനെയും കണ്ട്. ഇവിടെ അങ്ങനെ കാക്കകളൊന്നും നമുക്ക് നാട്ടിലെ പോലെ കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കാക്കേനെ ഞാൻ അപൂർവമായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് ഹെറിറ്റേജിൻ്റെ അകം. ഇവിടെ ഇതിൻ്റെ അകത്ത് മിക്ക ആൾക്കാരും അറബികൾ ചായ കുടിക്കാനും ഡ്രസ്സ് എടുക്കാനും വരുന്നൊരു സ്ഥലം പോലെയാണ് കണ്ടത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലത്തെ ഉള്ളൊരു ഏരിയയാണ് ഷാർജ റോള വന്നിട്ടുള്ളത്. അവിടെ ബോട്ട് സർവീസ് ഉണ്ട്, ഹെറിറ്റേജ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സും ഉണ്ട്. മൂന്നിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ പോലുള്ളൊരു സ്ഥലമാണ് റോള. എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്നിട്ട് ഇത്രയും മനോഹരമായ സ്ഥലം കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോൾ. ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാന് കറങ്ങുന്ന കാണുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പനേൻ്റെ ഓല കൊണ്ട് വെച്ചിട്ടുള്ളൊരു മേൽക്കൂരയും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാർ മിക്കതും ഇന്ത്യക്കാരോ അല്ലെ പാകിസ്ഥാനികളോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ അറബികളുടെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ബോട്ടുകൾ. ഇതിനോട് തൊട്ടടുത്തിട്ടാണ് മൂന്നും വരുന്നത്. അപ്പം അതിൻ്റെ കവാടമാണിത്, ആ ഹെറിറ്റേജിൻ്റെത്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഷാർജയിൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി വന്നിരിക്കേണ്ട ഒരു മനോഹരമായ ഏരിയ ആണിത്. ഇപ്പം ഷാർജയിൽ ചൂടുകൾ കുറഞ്ഞു വരുന്നുണ്ട്, തണുപ്പ് അത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ല